ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ തന്നെയും ഉണ്ടാകും. ഇങ്ങനെ ഈ ഒരു കരച്ചിൽ അത് ഇനിയുള്ള കാലത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കരഞ്ഞുകൊണ്ട് ആ അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ കരച്ചിലുകൾ അത് വരും കാലത്തേക്കുള്ള ഒരു അറിവിൻ്റെ ഒരു മുതൽക്കൂട്ടായി ഈ കരച്ചിൽ മാറും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സരസ്വതി മണ്ഡപത്തിൽ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ കാഴ്ച അത് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ കുരുന്നുകളൊക്കെ തന്നെയും അറിവിൻ്റെ ലോകത്തിലേക്ക് ചുവട് വെക്കുന്ന കാഴ്ച അത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. മനു, എന്തായാലും ഇത്തരത്തിൽ നാവിൽ കൂടി ഈ അക്ഷരങ്ങൾ കുറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭയന്നിട്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾ കരയുന്നതെങ്കിലും ഇതൊരു വരും കാലത്തേക്കുള്ളൊരു ഓർമ്മയായി മാറുമെന്നുള്ളത് തന്നെയാണ്. നമുക്കിത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്, പുഞ്ചിരി വരുന്നുണ്ട്. പക്ഷേ കുരുന്നുകളുടെ കാര്യം അതല്ലല്ലോ. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്.